മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷം ഗുണ കാണാൻ വന്നൊരു അർജുനുണ്ട്. കാരണം ആ സിനിമ മൊത്തം ഗുണ വൈബ്സ് ആണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ കേജ് റെഫറൻസുകൾ കൊണ്ടുവരുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്ത് ലോകേഷ് കനകരാജ് ആണ്. ഫ്രം ദ മൂവീസ് ലൈക്ക് സത്യ, നമ്മവർ, ഗുണ, മൂണ്ടറംപിറി, വിരുമാണ്ടി, പഴയ വിക്രം, ഇങ്ങനെ കുറേ സിനിമകളുടെ റെഫറൻസ് പരിപാടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു കേജ് ഫാനായതിൻ്റെ എല്ലാ വക ട്രിബ്യൂട്ടും ലോക്കിയുടെ എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്നു. പക്ഷേ മഞ്ഞുമൽ ബോയ്സിൻ്റെ സ്റ്റോറി ഡിഫറെൻ്റ് ആണ്. ഗുണ ഞാൻ കോവിഡ് ടൈമിൽ കാണാൻ നോക്കിയൊരു സിനിമയായിരുന്നു. പക്ഷെ അതിൻ്റെ നല്ല ഫയൽ കിട്ടാനില്ല എന്നുള്ളതാണ് എന്നെ ആ സിനിമ കാണുന്നതിൽ നിന്ന് പിന്നോട്ട് വലിച്ചത്. പ്രൈമിലും ആഹാ വീഡിയോയിലുള്ള വേർഷൻസ് ഒന്നും എനിക്ക് പിടിച്ചില്ല. പിരമിഡിൻ്റെ യൂട്യൂബിലുള്ള ഫയലും പോരാ. പിന്നെ യൂട്യൂബിൽ KTയുടെ ഒരു ഫയൽ കിടക്കുന്നത് കണ്ടു. അതാണുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫയൽ. അങ്ങനെയാണ് ഗുണ കാണുന്നത്. പിന്നെ ഈ സൺ നെറ്റ്വർക്കിൻ്റെ ഈ പരിപാടി കൊള്ളാട്ടെ. കാരണം അവരുടെ നമുക്ക് വേറെ എവിടെയും കിട്ടാത്ത സിനിമകളുടെ ഫയൽസൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ VCD വേർഷൻസോ അല്ലെങ്കിൽ DVD വേർഷൻസോ എടുത്താൽ പോലും ഇത്ര ക്വാളിറ്റി തോന്നണം എന്നില്ല. അങ്ങനെയുള്ള കുറേ കിടിലം ഫയൽസ് സൺ നെറ്റ്വർക്കിൻ്റെ കയ്യിലുണ്ട്. ഈവൻ മറ്റു പ്ലാറ്റ്ഫോംസിൽ പോയാലും ഇതേ രീതിയിലുള്ള ഫയൽസ് ഒന്നും കിട്ടില്ല. ഈവൻ റീമാസ്റ്റേർഡ് വേർഷൻസ് വന്നപ്പോൾ പോലും എനിക്ക് ഇവരുടെയുള്ള ഫയൽസും കണ്ടിട്ട് അതിൻ്റെ സാച്ചുറേഷൻ സംഭവങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് തോന്നി. അതുകൊണ്ട് സൺ നെറ്റ്വർക്ക് ആ കാര്യത്തിൽ അടിപൊളിയാണ്. പിന്നെ ഗുണ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ മഞ്ഞുമ്മലിൻ്റെ എഫക്റ്റ് കൊണ്ടാണെന്ന് അറിയില്ല, ഈ സിനിമയിലെ കേവ് സീൻസ് എല്ലാം കാണുമ്പോൾ ചുമ്മാ പേടി വരുമായിരുന്നു. ഇത്രയും ഡേഞ്ചറസ് ആയൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ സന്താന ഭാരതിക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം വന്നത് എന്നാണ് ഞാൻ പിന്നെ ചിന്തിച്ചത്. ഗുണ എന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ എക്സിസ്റ്റൻസ് തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഇവർ ട്രിപ്പ് പോകുന്ന സമയത്ത് ഗുണയുടെ VCD അണ്ണൻ്റെ നിന്ന് വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് ഇവരെല്ലാവരും ഈ സിനിമ കണ്ടുകൊണ്ടാണ് ഗുണ കേവ് പോയിട്ട് കാണാനുള്ള തോട്ട് തന്നെ ഇവർക്ക് വരുന്നത്. പിന്നെയാണ് ഈ ഇൻസിഡൻറ്റും നടക്കുന്നത്. അത് ബേസ് ചെയ്തൊരു സിനിമ വരുന്നതും. ഒരുപക്ഷെ അണ്ണൻ ഗുണയ്ക്ക് പകരം വേറെ ഏതെങ്കിലും സിനിമയുടെ VCD ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഗുണ കേവിലോട്ട് പോയിട്ടുണ്ടാവില്ല, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല, ഇങ്ങനൊരു സിനിമയും വരില്ല. സോ അണ്ണനാണ് ഈ കഥയിലെ കാനോൺ ഇവൻറ്റ്. ഇതിലൊരു പ്രധാനപ്പെട്ട രസം എന്താണെന്ന് വെച്ചാൽ ഗുണ കണ്ടിട്ട് മഞ്ഞുമൽ ബോയ്സ് കാണുകയാണെങ്കിൽ ആ റെഫറൻസ് കറക്റ്റ് രീതിയിൽ കിട്ടും. ഒന്നാമത്തേന് മഞ്ഞുമൽ ബോയ്സിന് ഒട്ടുക്കത്തെ ഇമോഷണൽ കണക്ഷനാണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഇതും കൂടി വരുമ്പോൾ ആ പ്ലേസിംഗ് എല്ലാം കിടിലമായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ റിവേഴ്സ് രീതിയിൽ ചിന്തിച്ചാലും നൈസാണ്. മഞ്ഞുമൽ കണ്ടിട്ടാണ് ഗുണ കാണുന്നതെങ്കിൽ ആ കേവ് സീനൊക്കെ എത്തുമ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ എഫക്റ്റ് ഭയങ്കരമായിട്ട് അതിൽ വരും. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്, ഈ രണ്ട് സിനിമകൾ തമ്മിൽ വരുന്ന ഈ ഒരു ഇൻ്റർ കണക്ഷൻ. ഗുണ ഇപ്പോൾ ഒരു സംസാരിക്കാനുള്ള വിഷയമായിട്ട് വരുന്നത് ഒരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മഞ്ഞുമൽ ബോയ്സിൽ ഇതിൻ്റെ റെഫറൻസ് ആഡ് ചെയ്യുന്നതും എസ്പെഷ്യലി കൺമണി അൻപോർഡ് കാതിലൊക്കെ പക്കാ രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത്. അതൊക്കെ വരുമ്പോൾ തന്നെ കമൽഹാസനും ഈ സിനിമയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് അത് വരുന്നുണ്ട്. എനിക്കറിയില്ല ഇപ്പോൾ ഈ സിനിമ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ TN ഓഡിയൻസ് തന്നെ ഈ സിനിമയെ മുന്നേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷേ ഇതൊരു മിറക്കിൾ തന്നെയാണ്. ഒരു സിനിമ കാരണം മറ്റൊരു സിനിമ ഉണ്ടാവുന്നു എന്നത് ഞാൻ ഇന്ത്യയിലധികം കേൾക്കാത്തൊരു സംഭവമാണ് ഇത്. മഞ്ഞുമൽ ബോയ്സ് ഒരു സക്സസ് വെഞ്ചറായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് സന്തോഷം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.